അദ്ദേഹം സൈന്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലുള്ള സുരക്ഷയുടെ പ്രോട്ടോകോൾ എന്ന് നന്നായി അറിയുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു സുരക്ഷാ പ്രോട്ടോകോളിന്റെ ഭാഗമായി പ്രൊസീഡിങ്സോ അല്ലെങ്കിൽ പ്രൊസഷൻസോ റാലികളോ നിരോധിക്കണമെങ്കിൽ അവിടെ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും ബന്ദോബസ്താക്കണമെന്നുണ്ടോ? അതോടുകൂടി റെയിൽവേ സ്റ്റേഷനിൽ ആരും വരാൻ പാടില്ല, എയർപോർട്ട് ബന്ദോബസ്താക്കുക, അങ്ങനെയല്ല അതിന്റെ രീതി. എന്നാൽ വലിയ രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ട് ആക്രമണത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആക്ടിവിറ്റി റെസ്ട്രിക്ട് ചെയ്യിക്കുക, ഇതെല്ലാം സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ്. അപ്പൊ അങ്ങക്ക് ഡൽഹിയിൽ ഇപ്പൊ ഇന്നത്തെ കുരുത്തോല പ്രദക്ഷിണം നടക്കാത്തതിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വേദനയെ പറ്റി അങ്ങ് പറഞ്ഞു. എന്നാൽ ഇന്നലെ ഹനുമൽ ജയന്തി പ്രദക്ഷിണം നടക്കാത്തതിൽ ഹിന്ദു സമൂഹത്തിന്റെ വേദനയെ പറ്റി നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾക്ക് അത് പ്രശ്നമല്ല. നിങ്ങളുടെ യുക്തി എന്തെങ്കിലും ഒരു കാരണം ഉപയോഗിച്ചുകൊണ്ട് ഈ കുരുത്തോല പ്രദക്ഷിണം നിർത്തണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ താല്പര്യം. ഈ തഹാവൂറാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതേ യുക്തി വെച്ചിട്ടാണെങ്കിൽ ഹനുമൻ ജയന്തി പ്രൊസീഡിങ്സും നിർത്തണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ആഗ്രഹം. തഹാവൂറാണിനെ ഉപയോഗിച്ചിട്ട് അത് നിർത്തുകയാണോ ചെയ്തത്? നിങ്ങൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ തമ്മിൽ യോജിക്കെങ്കിലും വേണ്ടേ സാമാന്യ യുക്തിക്ക്? എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് നീലിമ, ഈ തഹവൂർ റാണനെ ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നത് പല ആൾക്കാരെയും ഉറക്കം കെടുത്തുന്നുണ്ട്. അപ്പൊ അതിന് റിക്രൂട്ട്മെന്റിന് ഭീകരരെ റിക്രൂട്ട് ചെയ്യാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തി. ഒരു മന്ത്രി, സംസ്ഥാനം ഭരിച്ചിരുന്ന ഒരു മന്ത്രി പോലും തഹാവൂർ റാണ എന്ന നിഷ്ഠൂരനെ കാണാൻ, ആ കൊടും കുറ്റവാളിയെ കാണാൻ, കൊടും ഭീകരനെ കാണാൻ കൊച്ചിയിലെ ഹോട്ടലിൽ പോയിരുന്നു എന്ന വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്റർനാഷണൽ സെക്യൂരിറ്റിയും സെക്യൂരിറ്റി ഫോഴ്സിനെയൊക്കെ പറ്റി പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, ഇമിഗ്രേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ദ വേൾഡ് ഏത് കൺട്രിക്ക് ഉണ്ടാണ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്? ഇമിഗ്രേഷൻ വേൾഡ് ഫെയർ എന്താണ്, വേൾഡ് പിന്നെ ഇമിഗ്രേഷൻ ഫോറം, അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് വരെ എമിഗ്രേഷൻ ബോർഡ് വരെ ഇന്ത്യയിൽ ഈ തഹാവൂർ റാണ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത്. അതായിരുന്നു ഇന്ത്യന്റെ സെക്യൂരിറ്റി. ഇന്ത്യന്റെ സെക്യൂരിറ്റി എത്രമാത്രം ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ കാലത്ത് എന്ന് ഒരൊറ്റ കാര്യം മതി. ബോംബെ ആസ്ഥാനമാക്കിയിട്ട് എന്താ ഒറ്റ കാര്യം കൂടി ഈ സേനാപതി ഞാൻ കാര്യം സൂചിപ്പിക്കട്ടെ, എങ്ങനെയാണ് ഇപ്പൊ ഈ തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് വന്നത്? അതന്നെ, ഹി വാസ് എ ഡബിൾ പാസ്പോർട്ട്. ഹി വാസ് എ കനേഡിയൻ പാസ്പോർട്ട് ആണെങ്കിലും ബേസ്ഡ് ഓൺ പാകിസ്ഥാനി പൗരനായ കനേഡിയൻ പാസ്പോർട്ടുകാരന് ഇന്ത്യയിൽ വന്ന് റിക്രൂട്ടിംഗ് ഏജൻസി ഇന്ത്യയിൽ നിന്ന് പിന്നെ വിദേശങ്ങളിലേക്ക് എമിഗ്രേഷൻ, ആൾട്ടർനേറ്റീവ് എമിഗ്രേഷൻ പാസ്സായ ആൾക്ക് പെട്ടെന്ന് പോവാനുള്ള സൗകര്യങ്ങൾ കൊടുക്കാനുള്ള ഒരു ഓഫീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് നമ്മളെ കേരളത്തിലുള്ള ആർക്കും അതിനെ പറ്റി അറിയണ്ടാവില്ല. അതൊക്കെ അറിയണമെങ്കിൽ ലോകം കാണണം. ഈ ആൾക്കാരെല്ലാം നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിലൂടെ കടന്നുപോയി എന്ന് പറയുമ്പോ നമ്മളൊക്കെ ഇരുന്നിങ്ങനെ ആലോചിക്കുക എന്താ നടന്നത് എന്ന്. ഈ തഹാവൂർ റാണ എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കുക ഏതോ ഒരു പഞ്ചാബിയോ രജപുത്തോ എന്തോ ആണ്. പക്ഷെ ഇവന്റെ കൂടെ ഉണ്ടായ ഹെഗ്ലെ അയാളുമാരാണ്. ഇപ്പം എമ്പുരാനൊന്നും ഒന്നല്ല സ്റ്റോറി, അടുത്ത സ്റ്റോറിക്കുള്ള കേരളത്തിലെ തമ്പ്രാക്കന്മാർക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ സെക്യൂരിറ്റിക്ക് ഒന്നുമില്ല. ഒരു ബോട്ട് വരുന്നത് ഞങ്ങൾ കണ്ടു. വി ഡിഡ്ന്റ് ഫോളോ ഇറ്റ് എന്ന് പറഞ്ഞ ചിദംബരം, അന്നത്തെ ഹോം മിനിസ്റ്ററായ ചിദംബരം പറഞ്ഞ സെക്യൂരിറ്റി ഉള്ള കോൺഗ്രസിനെ അല്ല എന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഒരു മൊട്ടുസൂചി, പണ്ട് അമേരിക്ക പറഞ്ഞ പോലെ ഒരു മൊട്ടുസൂചി വീണുണ്ടോ നോക്കാൻ ഇവിടെ ഓരോരുത്തരും ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ തന്നെ ഇവിടെ ഇരുന്ന് നമ്മൾ എന്താ പറയണെന്ന് കേൾക്കാൻ ആളുണ്ട്. എന്താന്നുള്ളത് ഞാൻ അറിയിക്കണം. കാരണം ഞാൻ എന്നും കാണുന്ന ഓഫീസേഴ്സും മറ്റുള്ള എന്താണെന്ന് പറയണത്, വാട്ട് ഐ എം ഗോയിങ് ടു ടോക്ക്, എന്ത് സബ്ജക്ട് എന്നുള്ളത് ഞാൻ പോലും റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അത്ര സൂക്ഷിക്കണം. നമ്മളൊക്കെ കേരളത്തിൽ നിന്നുള്ളതാണ് ഓരോ വ്യക്തികളും. അങ്ങനത്തെ ഒരു ഗവൺമെന്റ് ഉണ്ട് ഇന്ന് ഇന്ത്യക്ക്. പണ്ടത്തെ എന്താ പറയാ, ബോട്ട് വരുന്നത് പാകിസ്ഥാൻ പിന്നെ തീരത്ത് നിന്ന് ഇങ്ങോട്ട് ബോട്ട് വരുമ്പോ ഞങ്ങൾ ഫോളോ ചെയ്തില്ല. BSFന്റെ ഫോഴ്സിനെ പിന്നെ 156 ആൾക്കാർ മരിച്ചതിന് മരിക്കൂലായിരുന്നു. BSFന്റെ ഫോഴ്സിനെ ഡൽഹിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ സമ്മതിക്കാത്തയൊക്കെ ഹോം മിനിസ്റ്റർ ഭരിച്ച രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ സേനാജിക്കൊക്കെ നമ്മുടെ പാർലമെന്റിലെ എംപിമാരുടെ ഒക്കെ ജീവൻ ഒരു കാലത്ത് രക്ഷപ്പെട്ടത് അവിടുത്തെ CISFന്റെ 3-4 ജവാന്മാര് അവർ ആത്മത്യാഗം ചെയ്തുകൊണ്ടാണ്. അതാര് ഭരിച്ചുകൊണ്ടിരുന്നതാണെന്ന് അറിയണം. കോൺഗ്രസ് ഭരിച്ചപ്പോഴല്ല മാഡം. പാർലമെന്റിൽ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് കോൺഗ്രസ്സുകാർ നടത്തിയവരാണ് ഈ പറയുന്നത്.
കോൺഗ്രസ് ഭരിക്കുമ്പോഴല്ല. ഓക്കേ, അതാണ് ശംഭു, അത് നടന്നിട്ടുണ്ട്, അത് നടക്കില്ല, ഇപ്പൊ നടക്കുന്നില്ലേ? 71 ശേഷം ഇന്ത്യ ഒരു യുദ്ധത്തിന് പോയിട്ടില്ല. 99 ഇന്ത്യയുടെ അതിർത്തി കവർന്നെടുത്ത് ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ, അതായത് കാർഗിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കവർന്നെടുത്തത് അത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തല്ല, അത് BJP ഭരിക്കുന്ന സമയത്താണ്. അന്ന് NDA അതാണ്. ആ ഒരൊറ്റ 5 വർഷത്തെ മാത്രമാണോ കാരണം എടുത്തത്? വേണുജി, അത് സമ്മതിച്ചിരാൻ പറ്റില്ല. ബാക്കിയുള്ള സമയത്ത് തഹാവൂറിലാണ് ആക്രമണം നടത്തുന്നത് 2008 നവംബർ 26-നാണ്. ഞങ്ങളുടെ ഗവൺമെന്റ് പോയി, ശരിയാണ്. 14-ന് ശേഷം 25, 11 വർഷക്കാലം. ആ 11 വർഷക്കാലം എന്നാ പിന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന പിറ്റേ വർഷം കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു. ഇത് അമേരിക്കയുടെ സുപ്രീം കോടതി ഈ കേസിൽ തഹാവൂർ റാണയ്ക്ക് പങ്കില്ല എന്ന് അമേരിക്കൻ കോടതിയിൽ നിന്ന് വിധി വന്നപ്പോൾ, തെളിവുകളില്ല എന്ന് വിധി വന്നപ്പോൾ അനങ്ങാത്തവരാണ് അന്നത്തെ UPA സർക്കാർ. ശങ്കുട്ടിദാസിന് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ശ്രീ സേനാപതി വേണു, എനിക്ക് 2 മിനിറ്റ് സമയം അങ്ങ് തരണം. ഞാൻ ഇത്രയും നേരം കൂടുതൽ സംസാരിച്ചു, ഞാൻ സംസാരിച്ചില്ല, ഞാൻ കേട്ടുകൊണ്ടാണ്. അങ്ങ് പറഞ്ഞ കാര്യത്തിന് മാത്രം മറുപടി പറയാം. അതായത് 2008 ഭീകരാക്രമണത്തിൽ 2014 മുതൽ 2025 വരെ നരേന്ദ്രമോദി ആയിരുന്നല്ലോ ഭരിച്ചിരുന്നത്. 11 കൊല്ലം കൊണ്ട് എങ്ങനെ തിരിച്ചു കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. അങ്ങ് ഈ കേസിന്റെ ബേസിക് ഫാക്ട്സിനെ പോലും മിസ്റെപ്രസെന്റ് ചെയ്യാണ്. ഇത് കേൾക്കുന്ന ആളുകളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. ചർച്ച കാണുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവരുതല്ലോ. എങ്ങനെയാണ് തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് വന്നത്? 2008 മുംബൈ ഭീകരാക്രമണത്തിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇയാൾ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇയാൾ ഗ്ലോബൽ ടെറർ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. ലോകത്തുള്ള നിരവധിയായിട്ടുള്ള ഭീകര സ്ഫോടനങ്ങളുമായി ബന്ധമുണ്ട് ഇയാൾക്ക് എന്നുള്ളതിന്റെ പേരിലാണ് 2009 അമേരിക്കയിൽ വെച്ച് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുടെ ഏജൻസികൾ അന്ന് ഇയാളെ മടക്കി കൊണ്ടുവരുന്നതിന് കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന UPA സർക്കാരിന് തഹാവൂർ റാണയെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്താ സംഭവിച്ചത്? ഞാൻ മുഴുവൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ അവസരത്തിൽ സംസാരിച്ചോളൂ. 2011 അമേരിക്കയുടെ സുപ്രീം കോടതി തഹാവൂർ റാണയെ മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ചാർജിൽ നിന്നും കുറ്റവിമുക്തനാക്കി. ഇതിനെതിരെ 2013 എന്താണ് അമേരിക്കയിലുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാളെ ജീവപര്യന്ത തടവിന് അമേരിക്കയിലെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. അതോടുകൂടി ഇന്ത്യയുടെ കേസ് എന്നേക്കുമായി ലോസ്റ്റായി. കാരണം ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അയാൾ കുറ്റവിമുക്തനാവപ്പെടുകയും ചെയ്തു. അമേരിക്കയിലെ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഇയാളെ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഒരാളെ പിന്നീട് നമുക്ക് ചോദിക്കാൻ സാധിക്കില്ല. എക്സ്ട്രഡിഷൻ ട്രീറ്റി പ്രകാരം പോലും ചോദിക്കാൻ സാധിക്കില്ല. അങ്ങനെ കോൺഗ്രസ് വളരെ ഭദ്രമായിട്ട് ഇരിക്കുകയായിരുന്നു. 2014 നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നു. 2019 എന്ത് സംഭവിച്ചു വെച്ചാൽ കോവിഡ് വന്നപ്പോൾ അന്ന് അമേരിക്കൻ ജയിലിലായിരുന്ന ഈ തഹാവൂർ റാണയെ കോവിഡ് കോൺട്രാക്ട് ചെയ്തു. അതായത് കോവിഡ് അസുഖം വന്നു. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഭയങ്കര ദുർബലിനും ആവശ്യമായിട്ട് ഇയാളെ ദയാപൂർവ്വം ഇയാളുടെ ശിക്ഷ എക്സംപ്റ്റ് ചെയ്തിട്ട് ഇയാളെ പുറത്തിറക്കി. 2020 ഇയാളെ പുറത്തു വിട്ടു. അപ്പൊ അമേരിക്കയിലുള്ള കേസ് ഇയാളുടെ തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ അവസരം മുതലെടുത്തിട്ട് ഇന്ത്യയിലെ ഗവൺമെന്റ് അമേരിക്കൻ സുപ്രീം കോടതിയിൽ പോയിട്ട് പുതിയ ഹർജി സമർപ്പിച്ചു. 2013 കോടതി വിധിക്കെതിരെ ഇയാൾ കുറ്റവാളിയാണെന്നും ഇയാളെ ഇന്ത്യക്ക് വിചാരണ ചെയ്യാൻ അർഹതയുണ്ടെന്നും പറഞ്ഞിട്ട് ഇന്ത്യയുടെ പുതിയ ഗവൺമെന്റിന്റെ പിടുക്ക് കാരണം ആ കേസ് നമ്മൾ നന്നായി നടത്തി ജയിച്ചു. അമേരിക്കയിലെ സുപ്രീം കോടതി തഹാവൂർ റാണയെ എക്സ്ട്രഡിറ്റ് ചെയ്യാൻ അനുമതി തന്നു. ആ അനുമതി 2025 ഫെബ്രുവരിയിൽ പുതുതായിട്ട് അധികാരത്തിലേറിയിട്ടുള്ള ട്രംപ് അംഗീകരിച്ചു. അങ്ങനെ പുതിയ പ്രസിഡന്റിന്റെ അംഗീകാരത്തോട് കൂടിയിട്ടാണ് തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് വന്നത്. നിങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോ 2 കേസും തോറ്റിട്ട് ഇയാളെ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ലെന്നുള്ള സാഹചര്യം നിന്നപ്പോ നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോ ഈ കോവിഡിനെ പോലും ഒരു അവസരമാക്കിയിട്ട് പുതിയ ഹർജി കൊടുത്ത് പുതിയ പ്രസിഡന്റിനെ കൊണ്ട് അപ്രൂവ് ചെയ്തിട്ടാണ് ഇയാളെ തിരിച്ചു കൊണ്ടുവന്നത്. ഇയാളെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് ഇയാളെ നെഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, വളരെ നിസ്സാരപ്പെടുത്താൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞു BJPയുടെ സർക്കാർ ഭരിക്കുമ്പോഴാണ് പാർലമെന്റ് അറ്റാക്ക് ഉണ്ടായത്. പാർലമെന്റ് അറ്റാക്കിൽ എന്നൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ആയുധമായിട്ട് ഉപയോഗിക്കരുത്. കോൺഗ്രസിന്റെ സർക്കാർ ഭരിക്കുമ്പോഴാണ് 2 പ്രധാനമന്ത്രിമാർ സ്വന്തം അംഗരക്ഷകരെ കൊണ്ട് ഭരിച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരുടെ വെടികൊണ്ട് ഭരിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ ഭരിച്ചിട്ടുണ്ട്. ഇത് അന്നത്തെ കോൺഗ്രസ് സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയാണെന്ന് പറഞ്ഞിട്ട് ആരും കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാറില്ല. ഇതൊക്കെ രാജ്യത്തിന്റെ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നേരെ നടന്നിട്ടുള്ള ആക്രമണമാണ്, ഭീകരാക്രമണങ്ങളാണ്. അതിൽ ഭീകരാക്രമണത്തിന് അപലപിക്കുകയും രാഷ്ട്രത്തെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. 2002 പാർലമെന്റ് ആക്രമണത്തിൽ രാഷ്ട്രത്തിനൊപ്പം നിന്നത് ഭീകരതയെ ആക്രമിക്കണം, അങ്ങനെ രാഷ്ട്രത്തെ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം വിഴുപ്പലക്കലാണ് ഇവിടെ അഡ്വക്കേറ്റ് സേനാപതി വേണു കോൺഗ്രസിന്റെ പ്രതിനിധി നടത്തിയത്.